ഞാൻ എങ്ങനെ ബിഗ് ഫോറിലെത്തി അതുപോലെ തന്നെ എൻ്റെ സി എ ജേർണി അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഹായ്, വെൽക്കം ടു ഡേ 35. സോ സി എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ രണ്ട് റൂട്ടാണുള്ളത്, അതായത് ഫൗണ്ടേഷനും പിന്നെ ഡയറക്റ്റ് എൻട്രി റൂട്ടും. ഞാൻ ഡയറക്റ്റ് എൻട്രി റൂട്ടായിരുന്നു, ബിക്കോസ് പ്ലസ് ടു കഴിഞ്ഞ് നേരെ പഠിക്കാൻ കയറാണ്ട് കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ എടുത്ത ഡിസിഷൻ ഇപ്പോഴും റൈറ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. സോ കോളേജ് കഴിഞ്ഞ് ഞാൻ 1 ഇയർ സി ഇൻ്റർ കോച്ചിങ്ങിന് പോയി. ആ കോച്ചിങ്ങിന് പോകാൻ ഞാൻ എടുത്ത ഡിസിഷൻ ഇപ്പോഴും ഞാൻ പറയും റോങ് ആയിരുന്നു എന്ന്. ബിക്കോസ് ഞാൻ ഓൾഡ് സ്കീം ആയതുകൊണ്ട് 9 months കമ്പൾസറി ആർട്ടിക്കൽഷിപ്പ് ചെയ്തിട്ടായിരുന്നു ഇൻ്റർ എക്സാം എഴുതാൻ ഒക്കുള്ളൂ. ഞാൻ 1 ഇയർ കോച്ചിങ്ങിന് പോകാണ്ട് നേരെ ആർട്ടിക്കൽഷിപ്പിന് കയറി ആർട്ടിക്കൽഷിപ്പിൻ്റെ ഒപ്പം പഠിക്കുമായിരുന്നെങ്കിൽ 1 ഇയർ എനിക്ക് സേവ് ചെയ്യായിരുന്നു. സോ 9 months കഴിഞ്ഞ് ഞാൻ ബോത്ത് ഗ്രൂപ്പ്സ് ഇൻ്റർ കൊടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ പറ്റി. എന്നിട്ട് ഞാൻ എൻ്റെ ആർട്ടിക്കൽഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. ആർട്ടിക്കൽഷിപ്പിൻ്റെ 2.5 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ സി എ ഫൈനൽ നവംബർ 2024 കൊടുത്തു. അതും ബോത്ത് ഗ്രൂപ്പ്സ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. എന്നിട്ട് IC കണ്ടക്ട് ചെയ്ത ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ബിഗ് ഫോറിൽ ജോലി കിട്ടി. ബാക്കി ആർട്ടിക്കൽഷിപ്പ് പീരീഡും കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഏപ്രിൽ 2025 ബിഗ് ഫോറിൽ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ബിഗ് ഫോർ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.